ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. രണ്ട് തരത്തിലുള്ള പൊട്ടൻഷ്യലുകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യമായി എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് നോക്കാം. നമുക്കറിയാം, ഒരു ക്യൂ ചാർജിനെ ഇ എന്ന് പറയുന്ന ക്യാപിറ്റൽ ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ ആയിരിക്കും. ദാറ്റ് ഈസ്, ഇഫ് എ ചാർജ് ക്യൂ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് of intensity E, then the force acting on it is Q into E ആയിരിക്കും. Now എന്താണ്, അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുള്ളതാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. So the potential in an electric field at a point is defined as the amount of work done in moving a unit charge from infinity to that point. അതായത് ഒരു പ്രത്യേക ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇപ്പോൾ സപ്പോസ് നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ക്യൂ ചാർജ് ഉണ്ട്. ഈ ക്യൂ ചാർജിനെ ഇവിടെ വെച്ച് കഴിയുമ്പോൾ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സപ്പോസ് നമ്മൾ ഇ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ കേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഈ ഒരു പോയിൻറ്റിൽ ഉള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് ചാർജിനെ ഈ പോയിൻറ്റിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്കിനെയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയും. സോ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻറ്റ്, ആൻഡ് ദാറ്റ് വർക്ക് ഈസ് കോൾഡ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ യൂണിറ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിൻ്റ് എന്നും പറയും. ആ പോയിൻറ്റിൽ, ഈ ഒരു പ്രത്യേക പോയിൻറ്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ യൂണിറ്റ് ചാർജ് പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. ആ പോയിൻറ്റിൽ ഒരു യൂണിറ്റ് ചാർജിനെ പ്ലേസ് ചെയ്യുമ്പോൾ ആ യൂണിറ്റ് ചാർജിൻ്റെ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി, ഇതിനെ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം. യൂണിറ്റ് ചാർജിന് അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് ശരിക്കും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ രീതിയിൽ നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ്, electric potential is the potential energy of a unit charge placed at that point. Okay, so നമുക്കറിയാം, ഈ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ യു ഓഫ് ആർ എന്നും പൊട്ടൻഷ്യലിനെ നമ്മൾ വി എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ, ദി പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിൻ്റ് ആർ എന്ന് പറയുന്ന പോയിൻറ്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് ചാർജാണ്. ദാറ്റ് ഈസ് യു ഓഫ് ആർ ഡിവൈഡഡ് ബൈ ക്യൂ ആണെന്ന് പറയാം. ഇനി നമുക്കറിയാം, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എഫ് ഡി ആർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ
ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ u of r is equal to minus of integral infinity to r f dr, and this is equal to minus of integral infinity to r. We know that here f is equal to q into e. So q e dr divided by q ആണ്. So q cancel ആയി പോകും. It is minus of integral infinity to r e dr എന്ന് വരും. സോ ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ v is equal to minus of integral infinity to r e dot dr ആണെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിതിനെ ഇൻ്റഗ്രൽ ആർ ടു ഇൻഫിനിറ്റി ഇ ഡോട്ട് ഡി ആർ എന്ന് പറയാം. ആ മൈനസ് വെച്ചിട്ട് നമ്മളിതിൻ്റെ ലിമിറ്റിനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ ഹിയർ യു ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ചാർജ് ക്യൂ അറ്റ് ദ പോയിൻറ്റ് ആൻഡ് ഇ ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദ പോയിൻറ്റ്. നൗ അങ്ങനെയാണെങ്കിൽ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്? സോ വി ഗോട്ട് ദാറ്റ് വി ഈസ് ഈക്വൽ ടു minus of integral infinity to r e dr or it is integral r to infinity e dr ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് സപ്പോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് വിചാരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദാറ്റ് ഈസ് ഒരു പോയിൻറ്റിലുള്ള പൊട്ടൻഷ്യൽ v2 മറ്റൊരു പോയിൻറ്റിലുള്ളത് v1 ആണെങ്കിൽ വാട്ട് ഈസ് v2 മൈനസ് v1. സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് v2 മൈനസ് v1 between 2 points r2 and r1 ഓക്കെ ഈസ് ദി എന്താണ് ശരിക്കും രണ്ട് പോയിൻറ്റുകളിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. is the amount of work done in taking a unit charge, unit positive charge from r1 to r2. അതായത് r1-ൽ നിന്നും r1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും r2 എന്ന് പറയുന്ന പോയിന്റ് വരെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ദാറ്റ് ഈസ് +1 കൂളോംബ് ആണെങ്കിൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ r1-ൽ നിന്നും r2-ലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യേണ്ട വർക്കിനെയാണ് ആ പോയിന്റുകളുടെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ ഇവിടെ v2 മൈനസ് v1 എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ നമുക്ക് ഇറ്റ് ഈസ് r1-ൽ നിന്നും r2-ലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യേണ്ട വർക്കാണ് എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ v2 മൈനസ് v1 ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ r1 ടു r2 ഇ ഡോട്ട് ഡി ആർ ആണ്. അതേസമയം r1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് r2 എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു ക്യൂ ചാർജിനെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിൻ്റെ കാര്യമാണ്. അതിന് പകരം r1-ൽ നിന്നും r2-ലേക്ക് ഒരു ക്യൂ ചാർജിനെ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യേണ്ട വർക്കാണ് കാണേണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി അതെന്താണ്? ദാറ്റ് വിൽ ബി ദ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി സിസ്റ്റം ആയിരിക്കും. ഇത് പൊട്ടൻഷ്യലാണ്. യൂണിറ്റ് ചാർജിനെ കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ട വർക്ക് പൊട്ടൻഷ്യലാണ്. ക്യൂ ചാർജിനെ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്കറിയാം u2 മൈനസ് u1 പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി q ഇൻറ്റു v2 മൈനസ് v1 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഓൾറെഡി കിട്ടിയിരുന്നു പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ v എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു r ഇ ഡോട്ട് ഡി ആർ ആണ്. അതല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈനസ് ഓഫ് ഡെൽ വി ആണെന്ന് പറയും. ഓർ ദാറ്റ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യലാണ്. അതുപോലെ എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം എഫ് ഈസ് ആക്ച്വലി മൈനസ് ഡെൽ യു ആണ്. ദാറ്റ് ഈസ് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഫോഴ്സ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ഫീൽഡ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിങ്ങനെ പറയാണ്, ഒരു ക്യാപിറ്റൽ ക്യൂ ചാർജ് ഞാൻ കൺസിഡർ ചെയ്യാം. ഈ ക്യൂ ചാർജിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിൻ്റ് എടുത്താൽ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? വാട്ട് വിൽ ബി ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ്? ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി 1/4πε0 q ഡിവൈഡഡ് ബൈ r സ്ക്വയർ. r ക്യാപ്പാണ്, ഞാൻ വെക്റ്റർ ഫോമിലാണ് എഴുതുന്നതെങ്കിൽ E ഈസ് 1/4πε0 q ബൈ r സ്ക്വയർ r ക്യാപ്പാണ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഇ ഡി ആർ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/4πε0 q/r² r cap dot dr എന്ന് വരും. സോ ഹിയർ ഇറ്റ് ഈസ് 1/4πε0 പുറത്തേക്ക് 1/4πε0 ക്യൂവും പുറത്തേക്ക് എടുക്കാം. പുറത്ത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/r² dr. സോ 1/r²ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ -1/r ആണ്. മൈനസും മൈനസും കൂടി പ്ലസ് ആവും. സോ ലിമിറ്റും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി 1/4πε0 q/r എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഒരു ക്യൂ ചാർജിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ ഉള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 q/r ആണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിൽ നിന്നും, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷനിൽ നിന്നും ഇലക്ട്രിക് പൊട്ടൻഷ്യലിലേക്ക് എങ്ങനെ നമ്മൾ എത്തുമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ ഈ രണ്ട് എക്സ്പ്രഷൻസും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് തന്നെയാണ്. ഇനി നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ കേസിലേക്ക് വരുമ്പം ഈ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിൻ്റെയൊക്കെ യൂണിറ്റ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് നമ്മൾ സാധാരണ SI യൂണിറ്റിൽ നമ്മൾ പറയുന്നത് വോൾട്ടാണ് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ്. അതേസമയം CGS സിസ്റ്റത്തിലാണെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റ് വോൾട്ട് എന്നാണ് പറയുക, സ്റ്റാറ്റ് വോൾട്ട്. അപ്പോൾ ഇതിൻ്റെ കൺവേർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: 1 വോൾട്ട് ഈസ് ഈക്വൽ ടു 1/300 സ്റ്റാറ്റ് വോൾട്ട് എന്നാണ്. സ്റ്റാറ്റ് വോൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ESU എന്നും പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് എന്നതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ്. ഇനി ഇതേപോലെ ചാർജിൻ്റെ കേസിലാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ കേസാണ് പറഞ്ഞത്. ഇതേപോലെ സപ്പോസ് ചാർജിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ ചാർജിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് കുളോംബാണ്. അതേസമയം CGS യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റ് കുളോംബാണ്, സ്റ്റാറ്റ് കുളോംബ്. ഇത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ഓഫ് ചാർജ് എന്നാണ് പറയുക, സ്റ്റാറ്റ് കുളോംബിന്. ഓക്കെ, so actually this is the conversion. Now ഇത്രയാണ് നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ പറ്റിയും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജിയെ പറ്റിയിട്ടും പറയാനുള്ള കാര്യം. ഇനി സപ്പോസ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകും. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് and potential. Okay, so the intensity of gravitational field at a point, the intensity of gravitational field at a point due to a mass is defined as the force experienced by unit mass placed at that point. Okay, that is, if m be the mass of the gravitating particle, the intensity of gravitational field at a distance r from it
is given by E is equal to minus gm by r square r cap ആണ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. സപ്പോസ് നമുക്കിവിടെ ഒരു എം എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ട്. ഈ എം എന്ന് പറയുന്ന മാസിൻ്റെ മൂലം ഇതിന് ചുറ്റും എന്തുണ്ടാവും? ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാവും. അതായത് ഈ എം മാസിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്ന ഒരു ഏരിയയാണ് ശരിക്കും ഇതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഒരു റീജിയൻ വേർ ദിസ് എം ക്യാൻ ഹാവ് സം ഇൻഫ്ലുവൻസ് ഓൺ സം അതർ പാർട്ടിക്കിൾസ്. അപ്പോൾ അതാണ് ഈ എമ്മിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കണക്കാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ ഈ എം മാസിൽ നിന്നും സപ്പോസ് ഒരു r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിൻ്റ്, ഈ ഒരു പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മളൊരു യൂണിറ്റ് മാസിനെ കൊണ്ടുവയ്ക്കുന്നു, യൂണിറ്റ് മാസ്. എന്നിട്ട് ഈ യൂണിറ്റ് മാസ്, ഈ എം മാസ് കൊണ്ട് ഈ യൂണിറ്റ് മാസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നു. അത് നമുക്ക് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷണൽ ലോ വെച്ച് വളരെ സിമ്പിളാണ്. ഇവിടെ എന്തായിരിക്കും? ദ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മൈനസ് ജി എം ഇൻറ്റു, ഇവിടെ യൂണിറ്റ് മാസാണ്, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. സോ ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ ആ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ കൂടി. സോ ദിസ് ഈസ് മൈനസ് ജി എം ബൈ ആർ സ്ക്വയർ ആർ ക്യാപ്പ് എന്ന് കിട്ടും. അതാണ് പറഞ്ഞത് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് മാസ് ഈസ് കോൾഡ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. സോ അങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പ്രഷനിലേക്ക് എത്തുന്നത്, ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അപ്പോൾ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കാണാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഏത് പോയിൻറ്റിലെ ഇൻറ്റൻസിറ്റി ആണോ കാണേണ്ടത് ആ പോയിൻറ്റിലൊരു യൂണിറ്റ് മാസിനെ വയ്ക്കുകയും ആ യൂണിറ്റ് മാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് കാണുകയും ചെയ്യാം. സോ യൂണിറ്റ് മാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ആ പോയിൻറ്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? ദി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ at a point in a gravitational field of a body is the amount of work required to be done on a unit mass in bringing it from infinity to that point. ഓക്കെ, നമ്മൾ നേരത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ നിന്നും ആ പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് മാസിനെ കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണോ അതാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് ആയിരിക്കും. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഈസ് ദി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസാണ്. നമ്മൾ നേരത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഇ ഡി ആർ തന്നെയാണ്. വെർ ഇ ഈസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ്. അതെപ്പോഴും ശ്രദ്ധിക്കുക, ഇ എന്ന് പറയുന്നത് ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് എന്ന് മാത്രമല്ല, ഇ റെപ്രസെൻറ്റ്സ് ദ ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇറ്റ് മേ ബി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓർ ഇറ്റ് മേ ബി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. So minus of integral infinity to r e dr, which is equal to minus of integral infinity to r e is, we know that it is minus gm divided by r square. So ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മൈനസ് പ്ലസ് ആയി gm ഇൻറ്റു ഇൻ്റഗ്രൽ 1/r സ്ക്വയർ ഈസ് മൈനസ് 1/r. സോ ഇറ്റ് ഈസ് മൈനസ് 1/r ഫ്രം ഇൻഫിനിറ്റി ടു r എന്ന് വരും.
That is, this is simply minus gm divided by r എന്ന് വരും. So this is the gravitational potential, minus gm by r. ഇനി അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസാണ്. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത് ഇങ്ങനെയാണ്, ഒരു യൂണിറ്റ് മാസിനെ ഇൻഫിനിറ്റിയിൽ നിന്നും കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട വർക്കാണ്. അതേസമയം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ സപ്പോസ് ഒരു നമ്മൾ കൊണ്ടുവരുന്ന മാസ് ഒരു എം പ്രൈം ആണെന്ന് വിചാരിക്കുക. ഒരു എം പ്രൈമിനെയാണ് നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത്. സോ ദിസ് എം പ്രൈം ഇൻറ്റു വി ആയിരിക്കും ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മൈനസ് സം ജി എം എം പ്രൈം ഡിവൈഡഡ് ബൈ ആർ ആണെന്ന് പറയാം. സോ ദിസ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നൗ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്? അത് ഇതിൻ്റെ ടേമിൽ നിന്ന് തന്നെ ഫെമിലിയർ ആണ്. അതായത് ഒരേ പൊട്ടൻഷ്യലിൽ വരുന്ന പോയിൻ്റുകളുള്ള ഒരു സർഫസിനെയാണ് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് സപ്പോസ് നമുക്കിവിടെ എം എന്ന് പറയുന്ന ഒരു മാസ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ എം മാസിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിൻ്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ആ പോയിൻ്റിലുള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? വാട്ട് ഈസ് ദി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് മൈനസ് ജി എം ഡിവൈഡഡ് ബൈ ആർ ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ആർ ഡിസ്റ്റൻസ് അകലെ, എമ്മിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻ്റുകളിലെല്ലാം ഇതിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? മൈനസ് ജി എം ബൈ ആർ തന്നെയായിരിക്കും. അപ്പോൾ ഈ എം മാസിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻ്റുകളെല്ലാം ഞാൻ എടുത്ത് അതിനെ ഒരു സർഫസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് ഒരു സ്പെറിക്കൽ സർഫസ് ആയിരിക്കും, അല്ലേ? ഈ ഒരു സെൻട്രൽ പോയിൻ്റ്, അതിൽ നിന്ന് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻ്റുകളെല്ലാം കൂടി എടുത്ത് എല്ലാ പോയിൻറ്റും കൂടി ചേരുന്നത് ഒരു സ്പെറിക്കൽ സർഫസാണ് കിട്ടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സർഫസിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിലെല്ലാമുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം ആണ്. അങ്ങനെ സെയിം പൊട്ടൻഷ്യലുള്ള ഒരു സർഫസിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇക്വിപൊട്ടൻഷ്യൽ സർഫസായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ an equipotential surface is the surface at all the points of which the potential is constant. That is, ഇവിടെ നമ്മൾ പറഞ്ഞു the potential due to a point mass m. The potential due to a point mass m at a distance r is v is equal to minus gm by r ആണെന്ന് പറഞ്ഞു. അത് അങ്ങനെയുള്ള എല്ലാ പോയിന്റുകളും എടുക്കുന്നു, ആ പോയിന്റുകളിലെല്ലാം ഉള്ള പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ആൻഡ് ദാറ്റ് സർഫസ് ഈസ് കോൾഡ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇനി ദി ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫീൽഡ്. ഓക്കെ, നമ്മളിപ്പോൾ സപ്പോസ് ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു എം മാസ് എടുത്തു. ആ എം മാസിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റുകളെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്നത് ഒരു സ്പെറിക്കൽ സർഫസ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഇത്തരത്തിലുള്ള ഒരു സ്പെറിക്കൽ സർഫസ് നമ്മൾ എടുക്കുന്നു. ഇവിടെ നമുക്കറിയാം ഇ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയൻറ്റ്. ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയൻറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആണ്. ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി ആണ്. ഓർ ഹിയർ ഇറ്റ് ഈസ് മൈനസ് ഡി വി ബൈ ഡി ആർ ആർ ക്യാപ്പ് എന്ന് വരും. അപ്പോൾ ഇതിൽ ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആയിരിക്കും എപ്പോഴും ആർ ക്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നോ സപ്പോസ് നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുകയാണ്, ഈ ഒരു പോയിൻറ്റിനെ, ഈ സ്പിയറിലുള്ള ഈ പോയിൻറ്റിനെ ഞാൻ എ എന്നും മറ്റൊരു പോയിൻറ്റ്, ഈ പോയിൻറ്റിനെ ഞാൻ ബി എന്നും വിളിക്കുകയാണ്. സപ്പോസ് നമുക്ക് ഈ എ എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് ഈ സ്പിയറിൽ കൂടി എയിൽ നിന്നും ബിയിലേക്ക് ഒരു പാർട്ടിക്കിളിനെ എനിക്ക് മൂവ് ചെയ്യണം, ഒരു യൂണിറ്റ് മാസിന്. ഓക്കെ, ഒരു യൂണിറ്റ് മാസിനെ ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യണം. സപ്പോസ് ഈ എ ബി എന്ന് പറയുന്ന
ഡയറക്ഷനിലുള്ള വെക്റ്റർ അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഡി ആർ എന്ന് എടുക്കുകയാണ്, ഡി ആർ. സോ ഇവിടെ വാട്ട് വിൽ ബി ഇ ഡോട്ട് ഡി ആർ. ഇ ഡോട്ട് ഡി ആർ എന്തായിരിക്കും? ഇ ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് ഡി വി ബൈ ഡി ആർ ആർ ക്യാപ് ഡോട്ട് ഡി ആർ എന്ന് വരും. സോ ഇവിടെ നിങ്ങൾക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഇലക്ട്രിക് ഫീൽഡ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഡയറക്ഷനിലാണ്. ഡി ആർ എന്ന് പറയുന്നത് ഇതിന് പെർപെൻഡിക്കുലറാണ്, അല്ലെങ്കിൽ തന്നെ ഇവിടെ ആറും ഡി ആറും പെർപെൻഡിക്കുലറാണ്. സോ ദിസ് വിൽ ബി 0. ഓക്കെ, അപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് ഒരു പാർട്ടിക്കിളിനെ മൂവ് ചെയ്യുന്നു, ആ ഡയറക്ഷനാണ് ഡി ആർ എന്ന് പറയുന്നത്. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലറാണ്. സോ അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം ആറും ഡി ആറും ഇവിടെ പെർപെൻഡിക്കുലറാണ്. ഹിയർ ദിസ് ആർ ആൻഡ് ഡി ആർ ആർ പെർപെൻഡിക്കുലർ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇ ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് 0 കിട്ടും. അതായത് ദിസ് മീൻസ് ദാറ്റ് ഫോർ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളുടെ കേസിൽ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫീൽഡ് ഇ ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് അറ്റ് എനി പോയിൻറ്റ് എ എന്ന് പറയും. നൗ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഒരു യൂണിറ്റ് മാസിനെ മൂവ് ചെയ്യുന്ന കേസാണ്. ഇവിടെ യൂണിറ്റ് മാസ് എയിൽ നിന്നും ബിയിലേക്ക് യൂണിറ്റ് മാസിനെ മൂവ് ചെയ്യുന്നു. ഈ കേസിൽ ഇ ഡോട്ട് ഡി ആർ 0 കിട്ടി. ഇനി ഇങ്ങനെ ചിന്തിക്കുക, ഈ എയിൽ നിന്നും ബിയിലേക്ക് ഒരു യൂണിറ്റ് മാസിനെ മൂവ് ചെയ്യുമ്പം അവിടെ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് പോയിൻ്റ് എയിൽ നിന്നും ബിയിലേക്ക് ഒരു യൂണിറ്റ് മാസിനെ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി ആർ ആയിരിക്കും. ഇതായിരിക്കും വി എ മൈനസ് വി ബി, ഓർ ദാറ്റ് ഇസ് വി ബി മൈനസ് വി എ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇ ഡോട്ട് ഡി ആർ എന്താണ്? 0 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി ആർ എന്തായിരിക്കും? ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി ആർ വിൽ ബി 0. അതായത് അതിൻ്റെ അർത്ഥം എയിൽ നിന്നും ബിയിലേക്ക് ഒരു യൂണിറ്റ് മാസിനെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്നാണ് കിട്ടിയത്. ഇനി ഇപ്പോൾ നമ്മൾ യൂണിറ്റ് മാസിനെയാണ് മൂവ് ചെയ്തത്, ഇതിന് പകരം നമ്മൾ മറ്റൊരു മാസിനെ മൂവ് ചെയ്യുന്നു. സപ്പോസ് ഇഫ് വി ഹാവ് എ മാസ് എം പ്രൈം എന്ന് പറയുന്നൊരു മാസ് കൺസിഡർ ചെയ്യുന്നു അറ്റ് എ, ദെൻ ദി ഫോഴ്സ് ഓൺ ദി മാസ്, അതിലുള്ള ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോഴ്സ് ഈസ് മൈനസ് ഡെൽ യു ആണ്, or which is minus del into u is m into v ആണ്, or this is minus m del v എന്ന് വരും, minus m del v, and we know that minus del v is e, so this is m into e ആണെന്ന് പറയും. സോ എഫ് ഇവിടുത്തെ ഈ കേസിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുന്ന ഒരു എം മാസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു ഇൻറ്റൻസിറ്റി ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആയിരിക്കും. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഇ. ഇനി ഇവിടെ നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഇ എന്ന് എനിക്ക് എഴുതാമെങ്കിൽ എഫിൻ്റെയും ഇയുടെയും ഡയറക്ഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇയുടെ ഡയറക്ഷനിൽ തന്നെയാണ് എഫ് എങ്കിൽ ഇ ഡോട്ട് ഡി ആർ 0 ആണെങ്കിൽ എഫ് ഡോട്ട് ഡി ആർ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നമുക്കിവിടെ ഇ ഡോട്ട് ഡി ആർ ഓൾറെഡി 0 എന്ന് കിട്ടിയിരുന്നു. സിൻസ് ഇയുടെയും എഫിൻ്റെയും ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് എഫ് ഡോട്ട് ഡി ആറും 0 വരും. അങ്ങനെ എഫ് ഡോട്ട് ഡി ആർ 0 വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യൂണിറ്റ് മാസിനെ മാത്രമല്ല ഏതൊരു മാസിനെയും, അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത ഈ എം പ്രൈം എന്ന് പറയുന്ന മാസിനെയും എയിൽ നിന്നും ബിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണ്? 0 ആണ്. അപ്പോൾ ഇൻ കൺക്ലൂഷൻ നമ്മൾ പറഞ്ഞത് ഇതാണ്: ഇഫ് എനി മാസ് ഈസ് മൂവ്ഡ് ഓൺ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, ഇഫ് എനി മാസ് ഈസ് മൂവ്ഡ് ഓൺ ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, if any mass is moved on an equipotential surface, no work will be done. No work will be done, and this is an important point. അതായത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ കൂടി ഒരു മാസിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി വർക്കൊന്നും ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് 0 ആണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഒന്ന് എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്, അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, മറ്റൊന്ന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, ആൻഡ് ഫൈനലി വി ഡിസ്കസ്ഡ് അബൌട്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു.